പുതുതായി ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എല്ലാവരും അത്രയധികം ഹെയ്റ്റ് ചെയ്ത ഒരു ക്യാരക്ടർ ആയിരുന്നു നമ്മുടെ ബൊറൂട്ടോ ഉസുമാക്കി. എന്നാൽ പിന്നീട് ട്യൂബ്ലോടെക്സ് മാങ്കയിൽ എത്തിയപ്പോൾ ഈ ഒരു ബൊറൂട്ടോയെ എല്ലാവരും അത്രയധികം ഇഷ്ടപ്പെടാനും തുടങ്ങി. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു ബൊറൂട്ടോ ഉസുമാക്കി ആരാണ്, ഈ ഒരു ബൊറൂട്ടോയുടെ പവേഴ്സ് എന്തൊക്കെയാണ്, ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബൊറൂട്ടോ സീരീസും മാങ്കയും അറിയാത്തവർക്ക് പോലും കൃത്യമായി മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ ഹൈപ്പ് ലൈക്കും ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നറൂട്ടോ ആൻഡ് ഹിനാട്ടോയുടെ മകനാണ് നമ്മുടെ ബൊറൂട്ടോ ഉസുമാക്കി. ചെറുപ്പത്തിൽ നമ്മുടെ നറൂട്ടോയെ കണ്ടിട്ടില്ലേ? കുറച്ച് കുരുത്തക്കേടൊക്കെ ഉണ്ടെങ്കിലും അനാഥനാണ്, പുറമേ ചിരിക്കുമെങ്കിലും ആ ഒരു ഒറ്റപ്പെടലിന്റെ വേദനയുടെ വന്ന ഒരു ക്യാരക്ടറാണ് നറൂട്ടോ. തന്റെ അകത്ത് ആ ഒരു നൈൻറ്റെയിൽ ബീസ്റ്റ് ഉള്ളത് കൊണ്ട് സമൂഹം തന്നെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നാൽ ആ ഒരു അവഗണനയൊന്നും താഴാതെ വില്ലേജിലെ എല്ലാവരും വെറുത്ത ഈ ഒരു ക്യാരക്ടർ പിന്നെ ഹീറോ ആയതാണ് നമ്മൾ സീരീസിന്റെ അവസാനം കണ്ടത്. എന്നാൽ നമ്മൾ നേരെ ബൊറൂട്ടോയിൽ നോക്കിയാലോ? ചെറുപ്പത്തിൽ തന്നെ ഹൊക്കാഗയുടെ മകനായതുകൊണ്ട് എല്ലാവരും ബൊറൂട്ടോയെ ബഹുമാനിച്ചിരുന്നു. വില്ലേജിലെ എല്ലാവർക്കും അവനെ അത്രയധികം ഇഷ്ടമാണ്. എന്നാൽ ഇവിടെ വില്ലേജിലെ ആൾക്കാർക്ക് ഇഷ്ടമാണെങ്കിലും ഈ ഒരു സീരീസ് കാണുന്ന നമുക്ക് ഈ ബൊറൂട്ടോയെ അത്ര ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ബൊറൂട്ടോയ്ക്ക് തന്റെ ഫാദർ ആയിട്ടുള്ള നറൂട്ടോയെ ഇഷ്ടമല്ല. ഇതിന്റെ കാരണം ഒന്നാമത് നമ്മുടെ നറൂട്ടോ ഹൊക്കാഗെ ആയതുകൊണ്ട് ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. രണ്ടാമത് നമ്മുടെ നറൂട്ടോ ആണെങ്കിൽ ഒറ്റയ്ക്കല്ലേ വളർന്നു വന്നത്. അതുകൊണ്ട് ഒരു പാരന്റ്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ നറൂട്ടോയ്ക്ക് അത്രയങ്ങ് ഐഡിയയും ഇല്ല. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ നമ്മുടെ ബൊറൂട്ടോ നറൂട്ടോയെ ഹെയ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് കാണിച്ചു തന്നത്. അതുകൊണ്ട് സീരീസ് കാണാൻ നമ്മളും ബൊറൂട്ടോയെ ഹെയ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് നമ്മുടെ ബൊറൂട്ടോയ്ക്ക് നറൂട്ടോയെ പോലെ ഒരു ഹൊക്കാഗെ ആകേണ്ട, സാസ്കയെ പോലെ ഒരു ഷാഡോ ഹൊക്കാഗെ നടക്കാനാണ് ഇഷ്ടം. പിന്നീട് അതിനുശേഷമാണ് നമ്മുടെ ബൊറൂട്ടോയ്ക്ക് തന്റെ ടീമിനെയും സെൻസെയും കിട്ടുന്നത്. അതായത് നമ്മുടെ നറൂട്ടോയ്ക്ക് സാസ്കെ, സാക്കുറ, അതുപോലെ തന്നെ മാസ്റ്റർ ആയിട്ട് കക്കാഷിയും കിട്ടുന്നുണ്ട്. ഇനി ഇതേ സംഭവം ബൊറൂട്ടോയിൽ നോക്കിക്കഴിഞ്ഞാൽ ടീംമേറ്റ്സ് ആയിട്ട് സാസ്കെ ആൻഡ് സാക്കുറയുടെ മകളായിട്ടുള്ള സാറഡയും ഒറോച്ചിമാറുവിന്റെ മകനായിട്ടുള്ള മിറ്റ്സുക്കിയെയും ടീംമേറ്റ്സ് ആയിട്ട് കിട്ടുന്നു. അതുപോലെ തന്നെ ബൊറൂട്ടോയുടെ സെൻസെയാണ് നമ്മുടെ കൊനഹാമാരു. അതെ, നമ്മുടെ നറൂട്ടോയിൽ കാണിച്ചു തന്ന ആ ഒരു കൊനഹാമാരു തന്നെ. അങ്ങനെ ഇവിടെ നറൂട്ടോ സീരീസിലുള്ളതുപോലെ തന്നെ ബൊറൂട്ടോയിലും 3 പേർ ചേർന്ന് ഓരോ മിഷനിൽ പോവുകയും അവിടെ പല സംഭവങ്ങൾ നടക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ സീരീസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ നറൂട്ടോയും സാറഡയും അത്ര മാച്ചായി അങ്ങ് പോകില്ല, കാരണം രണ്ടുപേർക്കും തമ്മിൽ ഇഷ്ടമല്ല. പിന്നീട് നല്ല ടീംമേറ്റ്സ് ആയിട്ട് അങ്ങനെ കണ്ടിന്യൂ ആവുകയും ചെയ്തു. അതായത് നമ്മുടെ നറൂട്ടോയും സാസ്കയും പോലെ തന്നെ ഇവിടെ നറൂട്ടോ യൂസ് ചെയ്യുന്ന ഷാഡോ ക്ലോൺ ജുട്സു ഇല്ലേ, അത് തന്നെയാണ് ബൊറൂട്ടോയും കൂടുതലായി യൂസ് ചെയ്യാറ്. പിന്നീട് നമ്മുടെ ബൊറൂട്ടോ കൊനഹാമാരു കഴിഞ്ഞ് സാസ്കയുടെ കൂടെ ട്രെയിനിങ് ചെയ്യാൻ തുടങ്ങും. ഈ സമയമാകുമ്പോഴേക്കും നമ്മുടെ ബൊറൂട്ടോ റെസിംഗൻ ഒക്കെ പഠിച്ചെടുത്തിട്ടുണ്ടാകും. എന്നാൽ ഇവിടെ ബൊറൂട്ടോയുടെ റെസിംഗൻ കുറച്ച് ഡിഫറെന്റ് ആണ്. ഇതിനെ വാനിഷിംഗ് റെസിംഗൻ എന്നാണ് പറയുക. അതായത് ഇവിടെ ബൊറൂട്ടോയ്ക്ക് വിൻഡ് ആൻഡ് ലൈറ്റ്നിങ് ചാക്ര ഉള്ളത് കൊണ്ട് തന്നെ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള ഒരു അറ്റാക്ക് ആണ് ഈ ഒരു വാനിഷിംഗ് റെസിംഗൻ. അതായത് ഇവിടെ റെസിംഗൻ യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു റെസിംഗൻ പെട്ടെന്ന് ഇൻവിസിബിൾ ആക്കും. എന്നാൽ ഈ ഒരു വാനിഷിംഗ് റെസിംഗൻ നറൂട്ടോയുടെ റെസിൻ ഷുരിക്കന്റെ അത്ര പവർഫുൾ ഒന്നുമല്ല. പിന്നീട് അതിനുശേഷമാണ് ബൊറൂട്ടോയ്ക്ക് ജോഗൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ണ് കിട്ടുന്നത്. അതായത് ആ ഒരു ഡോട്ട് ജുട്സു ഇത് ബൊറൂട്ടോയ്ക്ക് എങ്ങനെയാണ് അവൈക്കൻ ആയതെന്ന് കറക്റ്റ് ആയി പറഞ്ഞു തന്നിട്ടില്ല. ബൊറൂട്ടോയ്ക്ക് ഇത് ആദ്യം അവൈക്കൻ ആയപ്പോൾ ബ്യാകുഗൻ ആണെന്നാണ് വിചാരിച്ചത്. ബ്യാകുഗൻ ആണെന്ന് വിചാരിച്ച് ഹ്യൂഗ ക്ലാനിന്റെ അടുത്ത് പോവുകയും അതായത് ബൊറൂട്ടോയുടെ ആ ഗ്രാൻഡ്പയുടെ അടുത്ത് പോവുകയും ഇത് ബ്യാകുഗൻ അല്ല എന്ന് കൺഫേം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ജോഗന്റെ പവർ എന്താണെന്ന് നോക്കിയാൽ മറ്റുള്ളവരുടെ ബോഡിയിലുള്ള ചാക്രപാത്ത് കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ബോഡിയിലുള്ള ആ ഒരു നെഗറ്റീവ് ചാക്രയും പ്യൂർ ചാക്രയും മനസ്സിലാക്കാൻ സാധിക്കും. ഏതെങ്കിലും ഡൈമെൻഷൻ പോർട്ടൽ ഓപ്പൺ ചെയ്താൽ അത് കാണാനും ഏത് ഡയറക്ഷനിലാണെന്ന് മനസ്സിലാക്കാനും കഴിയും. കൂടാതെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. ഷെറിങ്കൻ പോലെ മറ്റുള്ളവരുടെ ആ ഒരു ജുട്സു ഒക്കെ കോപ്പി ചെയ്യുന്ന രീതിയിലും പലതരത്തിലുള്ള കാര്യങ്ങളും നമ്മുടെ ഈ ജോഗനായി വെച്ച് കാണാൻ കഴിയും. എന്നാൽ യഥാർത്ഥ ജോഗന്റെ പവർ എന്താണെന്ന് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. പിന്നീട് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ മോമോഷിക്കി ആൻഡ് ഇഷിക്കി ഇവിടെ വരുന്നത്. അതായത് ഈ മോമോഷിക്കി ആൻഡ് ഇഷിക്കി എന്ന് പറയുന്നത് ഒട്ടുട്സുക്കിയാണ്. അങ്ങനെ നറൂട്ടോ ആൻഡ് ബൊറൂട്ടോ ചേർന്ന് ഇവരെ എതിർത്ത് നിൽക്കുകയും ഇവരെ കംപ്ലീറ്റ് ആയും ഡിഫീറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ബൊറൂട്ടോക്ക് മനസ്സിലാകും നറൂട്ടോ എത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്. കൂടാതെ താൻ വില്ലേജിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ബൊറൂട്ടോ നറൂട്ടോയെ ഹെയ്റ്റ് ചെയ്യുന്നത് വിട്ട് ഇഷ്ടപ്പെടാൻ വേണ്ടി തുടങ്ങും. ഈ ഒരു സമയമാകുമ്പോഴേക്കും കാണുന്ന നമുക്കും ബൊറൂട്ടോയോടുള്ള ഒരു ഹെയ്റ്റ് കുറഞ്ഞു വന്നിട്ടുണ്ടാകും. പിന്നീട് അതിനുശേഷമാണ് സീരീസിൽ പുതിയ ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നത്. അതായത് കവാക്കി, അമാഡോ, ഇഷിക്കി, ഒട്ടുട്സുക്കി ഇവരൊക്കെ. ഈ ഒരു കവാക്കി എന്ന് പറയുന്നത് ഒരു അനാഥനായ കുട്ടി
കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നറൂട്ടോ ആണെങ്കിൽ കവാക്കിയെ ദത്തെടുത്ത് വളർത്തുന്നു, സ്വന്തം മകനെ പോലെ. എന്നാൽ ഇവിടെ പ്രശ്നം എന്തെന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മോമോഷിക്കി ഒട്ടുട്സുക്കി ഇല്ലേ, ആ ഒരു മോമോഷിക്കി ആണെങ്കിൽ ബൊറൂട്ടോയുടെ അകത്താണ് ഉള്ളത്. അതായത് നമ്മുടെ നറൂട്ടോയുടെ അകത്ത് കുറാമ ഉള്ളത് പോലെ തന്നെയാണ് ബൊറൂട്ടോയുടെ അകത്ത് ആ ഒരു മോമോഷിക്കി ഒട്ടുട്സുക്കിയും. എന്നാൽ ഇവിടെ പ്രശ്നം എന്തെന്നാൽ ഈ ഒരു മോമോഷിക്കി എപ്പോ വേണമെങ്കിലും ബൊറൂട്ടോയുടെ ബോഡി മുഴുവനായും തന്റെ കൺട്രോളിൽ എടുക്കാം. അങ്ങനെ കൺട്രോൾ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ബൊറൂട്ടോയ്ക്ക് തിരിച്ചു വരാനും കഴിയില്ല. എന്നാൽ ഇവിടെ മോമോഷിക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ പോലും ജീവനോടെ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഈ ബൊറൂട്ടോയുടെ അകത്തുള്ള ഈ മോമോഷിക്ക് വില്ലേജിനും അതുപോലെ തന്നെ നറൂട്ടോയ്ക്കും ഭീഷണിയാണെന്ന് മനസ്സിലാക്കി നമ്മുടെ കവാക്കി ആണെങ്കിൽ ബൊറൂട്ടോ ഡേഞ്ചർ ആണെന്ന് മനസ്സിലാക്കി അവൻ എപ്പോഴും കൊല്ലാൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ട് തന്നെ വില്ലേജിലെയും മറ്റു ആൾക്കാരൊക്കെ കവാക്കിയെ ഹെയ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ അപ്പോഴാണ് എയ്ഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രം, ഒരു ഷിൻജിറ്റ്സു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ണുണ്ട്, ആ ഒരു കണ്ണ് വെച്ച് റിയാലിറ്റി തന്നെ പെട്ടെന്ന് മാറ്റി കളയും. ഇത് മാറ്റുന്ന സമയത്ത് തന്നെ നമ്മുടെ കവാക്കി ആണെങ്കിൽ ഓൾറെഡി നറൂട്ടോ ആൻഡ് ഹിനാട്ടയെ മറ്റൊരു ഡയമെൻഷനിൽ സേഫ് ആക്കി വെക്കുന്നുണ്ട്. പിന്നീട് ഈ റിയാലിറ്റി തന്നെ മാറിപ്പോയ സമയത്ത് എന്ത് സംഭവിക്കുമെന്നാൽ നറൂട്ടോയും ഹിനാട്ടയുടെ മകൻ ഇവിടെ കവാക്കിയായി മാറും. നമ്മുടെ ബൊറൂട്ടോ ആണെങ്കിൽ നറൂട്ടോയെ കൊന്ന ഒരു കുറ്റവാളി എന്ന രീതിയിലും ആ ഒരു വില്ലേജിലുള്ള ആൾക്കാർ കാണാൻ തുടങ്ങും. കാരണം ആ ഒരു റിയാലിറ്റി മാറ്റിയത് കൊണ്ട് അവരുടെ മെമ്മറിയിൽ ഇങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നും കുറച്ചു പേർ എസ്കേപ്പ് ആകും. അതായത് നമ്മുടെ കവാക്കി, ബൊറൂട്ടോ, സാരഡ, എയ്ഡ തുടങ്ങിയ ആൾക്കാർക്കൊക്കെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നത് കാര്യം ഇവർക്ക് മാത്രം ഓർമ്മയുണ്ടാകും. അപ്പോൾ ഇത്ര വരെയാണ് നമുക്ക് സീരീസിൽ, അതായത് ബൊറൂട്ടോ സീരീസിലായിട്ട് നമുക്ക് കാണിച്ചു തന്നത്. ഇനി മാങ്കയിൽ എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ബൊറൂട്ടോയ്ക്ക് സംഭവിച്ചത്, എത്രത്തോളം പവർഫുൾ ആയി തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയാം, സ്പോയിലർ അലേർട്ട്. ഈ ഒരു സംഭവം നടന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബൊറൂട്ടോ എന്ത് ചെയ്യും, വില്ലേജ് വിട്ട് പുറത്തു പോകും. ഇവിടെ ഓൾറെഡി ഇഷിക്കി ഒട്ടുട്സുക്കി ഒക്കെ മരിച്ചു. ഇവിടെ മെയിൻ ഒരു പ്രശ്നമുള്ളത് ബൊറൂട്ടോയുടെ അകത്തുള്ള മോമോഷിക്കി ആയിരുന്നു. എന്നാലാണ് അടുത്ത വള്ളിയുമായിട്ട് നമ്മുടെ ഷിൻജൂസ് പറഞ്ഞിട്ടുള്ള ആൾക്കാർ വരുന്നത്. ഈ ഷിൻജൂസ് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈൻ ട്രീ ഇല്ലേ, അതായത് ആ ഒരു ടെൻടെയിൽ നിന്ന് വരുന്ന ക്ലോൺസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇവരെ കാണാൻ ഒരു പകുതി മനുഷ്യൻ അല്ലെങ്കിൽ പകുതി ഒട്ടുട്സുക്കി പോലെയൊക്കെയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇവരുടെ പവർ ഒട്ടുട്സുക്കിക്ക് ഈക്വലുമാണ്. ഇവരെ കുറിച്ച് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇവരാണ് ഇനി വരാൻ പോകുന്ന മെയിൻ വില്ലന്മാർ. അങ്ങനെ ബൊറൂട്ടോ എന്ത് ചെയ്യും, വില്ലേജിന് പുറത്തു നിന്നും വില്ലേജിനകത്തേക്ക് വരുന്ന ഈ ഷിൻജൂസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യലാണ് ബൊറൂട്ടോയുടെ പണി. എന്നാൽ ബൊറൂട്ടോയെ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ജിറയുടെ ക്ലോൺ ആയിട്ടുള്ള കോഷിൻ ഗാജിയാണ്. ഇനി നമുക്ക് ഈ ഒരു ബൊറൂട്ടോയുടെ പവേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ആദ്യം പറഞ്ഞതുപോലെ തന്നെ ബൊറൂട്ടോയുടെ അകത്താണ് ആ ഒരു മോമോഷിക്കി ഒട്ടുട്സുക്കി ഉള്ളത്. ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മുടെ ബൊറൂട്ടോയും മോമോഷിക്കിയും തമ്മിൽ ചെറിയൊരു ഡീല് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപ്രകാരം മോമോഷിക്കിയുടെ ആ ഒരു കർമ്മ സീല്, അതായത് ആ ഒരു കർമ്മ പവർ കുറച്ചുകൂടി അടിപൊളിയായിട്ട് നമ്മുടെ ബൊറൂട്ടോയ്ക്ക് യൂസ് ചെയ്യാൻ കഴിയും. ഈ ഒരു പവർ തന്നെ ബൊറൂട്ടോയെ അത്രയധികം ഓവർ പവർഡ് ആക്കി മാറ്റി. ഇനി നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു റെസിംഗൻ ഇല്ലേ, അതായത് ബൊറൂട്ടോ യൂസ് ചെയ്യുന്ന ആ ഒരു വാനിഷിംഗ് റെസിംഗൻ. അങ്ങനെ വാനിഷിംഗ് റെസിംഗനിന് ശേഷം നമ്മുടെ ബൊറൂട്ടോ മറ്റൊരു റെസിംഗൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് റെസിംഗൻ ഉസോയിക്കോ. ഇത് മറ്റു റെസിംഗനിൽ നിന്നും വളരെയധികം ഡിഫറന്റ് ആണ്. അതായത് ഈ ഒരു അറ്റാക്ക് എനിമിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പുറമേ നിന്ന് കാണാൻ ഒന്നും തന്നെ ഉണ്ടാകില്ല. എന്നാൽ ഈ ഒരു അറ്റാക്ക് കിട്ടിയ എനിമിക്കാണെങ്കിൽ നേരെ ഒന്ന് നിൽക്കാൻ കൂടി കഴിയില്ല. കാരണം ഭൂമിയുടെ റൊട്ടേഷനുമായി നിൽക്കുന്ന ഒരു ജുട്സു ആയതുകൊണ്ട് തന്നെ നിന്ന നിൽപ്പിൽ കറങ്ങുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും എനിമിക്ക് ഉണ്ടാവുക. ഇത് കൊണ്ടാൽ എനിമിയുടെ കാര്യത്തിലും ഒരു തീരുമാനമാകും. കൂടാതെ നമ്മുടെ ബൊറൂട്ടോ ആണെങ്കിൽ സാസ്കയുടെ കൂടെ ട്രെയിനിങ് ചെയ്തതുകൊണ്ട് ടൈജിറ്റ്സുവിൽ നമ്മുടെ മാസ്റ്റർ ആണ് ബൊറൂട്ടോ. കൂടാതെ ബൊറൂട്ടോയുടെ കയ്യിൽ ആ ഒരു സാസ്കയുടെ ബ്ലേഡും ഉണ്ട്. എന്നാൽ ഇവിടെ ബൊറൂട്ടോയുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ആ ഒരു FTG ആണ്, അതായത് ഫ്ലൈയിങ് തണ്ടർ ഗോഡ്. മിനാട്ടോയ്ക്ക് ശേഷം ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് ഫ്ലൈയിങ് തണ്ടർ ഗോഡ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ബൊറൂട്ടോ ഉസുമാക്കിയാണ്. എന്നാൽ ബൊറൂട്ടോ ഇത് യൂസ് ചെയ്യുന്നത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ്. കുറച്ച് മെറ്റൽ ഷേപ്സ് വെച്ച് ഒരു ടോഡിന്റെ ഹെൽപ്പിലൂടെയാണ് ബൊറൂട്ടോ ടെലിപ്പോർട്ട് ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെ എന്ത് ജുട്സും നമ്മുടെ മിനാട്ടോയെ പോലെ വേഗത്തിൽ തന്നെ പഠിച്ചെടുക്കാൻ നമ്മുടെ ബൊറൂട്ടോയ്ക്ക് കഴിയും. ഇവിടെ ഒന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നറൂട്ടോയുടെ ചാക്ര, സാസ്കയുടെ ട്രെയിനിങ്, മിനാട്ടോയെ പോലെ FTG യൂസ് ചെയ്യാൻ കഴിയും. ഒട്ടുട്സുക്കി അളവിൽ പവർഫുൾ ആണ്. ഇത് വെച്ച് നിങ്ങൾ ഊഹിച്ചാൽ മനസ്സിലാകും ബൊറൂട്ടോ എത്രത്തോളം പവർഫുൾ ആണെന്ന്. അപ്പോൾ വളരെ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ബൊറൂട്ടോ ഉസുമാക്കി. അതായത് നിലവിൽ കാണിച്ചെടുത്തോളം, നിലവിൽ നമ്മുടെ മാങ്ക ഓൾറെഡി ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ബൊറൂട്ടോ എന്തായാലും ഇതിനേക്കാൾ പവർഫുൾ ആകും. ആ ഒരു സമയത്ത് ഞാൻ എന്തായാലും ഷോർട്സ് വീഡിയോ ഒക്കെ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ബൊറൂട്ടോയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മറക്കാതെ കമന്റ് ചെയ്യൂ.